പ്രഭാഷണം ഇല്ല. ഇവിടെ ഈ പോഡിയുള്ള നന്നായി എൻ്റെ കയ്യും കാലം മറക്കുന്നത്, അതുകൊണ്ട് നിങ്ങൾ കാണുന്നില്ല. ഗുരുസ്ഥാനീയരായിട്ടുള്ള ഹരൻ സാറും പ്രിയൻ സാറും ഒരുപാട് സിനിമകളിലൂടെ സ്നേഹിച്ചിട്ടുള്ള സീമ ചേച്ചിയും, ഞാൻ എൻ്റെ റോൾ മോഡലായിട്ട് കണ്ടിട്ടുള്ള സംവിധായകൻ ശശിയേട്ടനായിരുന്നു. ശശിയേട്ടൻ്റെ സിനിമകൾ എന്നെ ഒരുപാട് പ്രചോദിപ്പിച്ചിട്ടുള്ളതാണ്. അദ്ദേഹത്തിൻ്റെയും പ്രസൻസ് ഞാനിവിടെ അനുഭവിക്കുന്നുണ്ട്. മഹാഗുരു MT സാർ, ഇവരിലേക്കാളൊക്കെ ഏറ്റവും ഭാഗ്യവാനായിട്ടുള്ള ആൾ ഞാനാണെന്നാണ് ഞാൻ കരുതുന്നത്. കാരണം MTയുടെ ചലച്ചിത്ര കാലം എന്ന് പറയുന്നത് എന്താണെന്ന് എനിക്ക് ഒറ്റ വാചകത്തിൽ പറയാൻ പറ്റും. MTയുടെ ചലച്ചിത്ര കാലമാണ് ഈ നിൽക്കുന്നത്. മുറപ്പെണ്ണ് എന്ന് പറയുന്ന സിനിമ ഉണ്ടായത് 65-ലാണ്. ഞാൻ ജനിക്കുന്നത് 66-ലാണ്. അവിടെ നിന്ന് ഇങ്ങോട്ടുള്ള MT സാറിൻ്റെ ചലച്ചിത്ര ജീവിതമുണ്ടാക്കിയ ഒരു തലമുറയുടെ പ്രതിനിധിയാണ് ഞാൻ വായിച്ച് തുടങ്ങുന്നത്, വായിക്കാൻ എന്നെ പ്രേരിപ്പിക്കുന്നത് എൻ്റെ അപ്പൻ്റെ അനിയൻ്റെ ഭാര്യ ഒരു മലയാളം ടീച്ചറായിരുന്നു. അവർ ഒറ്റപ്പാലം കോൺവെൻറ്റ് സ്കൂളിലെ ലൈബ്രറിയനായിരുന്നു. അപ്പോൾ അവരെടുത്തു കൊണ്ടുവന്ന് തന്നിരുന്ന കുട്ടികൾക്ക് വായിക്കാനുള്ള ഐതിഹ്യമാലയും റഷ്യൻ നാടോടി കഥകളും ഒക്കെ കൊണ്ടുവന്ന് തരും. മുതിർന്നവർക്ക് വായിക്കാൻ വേണ്ടി കൊണ്ടുവന്നിരുന്ന പുസ്തകങ്ങളിൽ MTയുടെ നാലുകെട്ടൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവരറിയാതെ മോഷ്ടിച്ചെടുത്തിട്ടാണ് ആദ്യമായിട്ട് നാലുകെട്ടൊക്കെ വായിക്കുന്നത്. MTയുടെ ഞാൻ ഒറ്റപ്പാലത്താണ് ജനിച്ചു വളർന്നത്. അപ്പോൾ MTയുടെ കഥകളിലും നോവലുകളിലും ഒക്കെ എനിക്ക് നേരിട്ടറിയുന്ന ആളുകളും നേരിട്ടറിയുന്ന സ്ഥലങ്ങളും നേരിട്ടറിയുന്ന കഥാപാത്രങ്ങളൊക്കെ ഞാൻ ആ നോവലുകളിൽ ഞാൻ കണ്ടുമുട്ടിയിട്ടുണ്ട്. ഞാൻ തന്നെ അതിലൊരു കഥാപാത്രമാണെന്ന് സങ്കല്പിച്ചിട്ടുണ്ട്. ഈ കോണിപ്പടിയുടെ അടിയിൽ വളപ്പൊട്ടുകൾ, അതൊക്കെ ആ കാലത്ത് 7ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോഴാണ് ഞാൻ നാലുകെട്ട് വായിക്കുന്നത്. അപ്പം ഞാൻ ഈ നാലുകെട്ട് വായിച്ചു എന്ന് പറഞ്ഞപ്പോൾ മേമ വന്നിട്ട് ചോദിച്ചു, നിന്നോട് ആരാത് വായിക്കാൻ പറഞ്ഞു, നിനക്കുള്ള പുസ്തകങ്ങൾ അപ്പുറത്തിരിപ്പില്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാനത് മുഴുവൻ വായിച്ചു എന്ന് പറഞ്ഞു. അപ്പോൾ എന്നോട് ചോദിച്ചു, നിനക്കത് മനസ്സിലായോ, നിനക്ക് ഇഷ്ടമായോ എന്ന് ചോദിച്ചു. അപ്പോൾ ഇഷ്ടമായി എന്ന് പറഞ്ഞപ്പോൾ പിന്നെ MT സാറിൻ്റെ പ്രസിദ്ധീകരിച്ച ചെറുകഥകളുടെ സമാഹാരവും ഒക്കെ എടുത്തുകൊണ്ട് തന്നു. അപ്പം വായിക്കാനുള്ളൊരു ശീലമുണ്ടാക്കിയത് MT സാറാണ്. എൻ്റെ തലമുറയിലുള്ള എല്ലാ ചെറുപ്പക്കാർക്കും അങ്ങനെ തന്നെ ആയിരിക്കുന്നതാണ്. എനിക്ക് ആ കഥാപാത്രങ്ങളൊക്കെ ഞാനുമായിട്ടാണ് ഭയങ്കരമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ളതായിരുന്നു. സിനിമ കാണാൻ തുടങ്ങുമ്പോഴും ഞാൻ ഏതാണ്ട് ആദ്യമായി കണ്ട സിനിമ സ്കൂളിൽ നിന്ന് 5-ലോ 6-ലോ പഠിക്കുമ്പോൾ കൊണ്ടുപോയി കാണിച്ച കുട്ടിയടത്തിയായിരുന്നു. പിന്നീട് സിനിമയിൽ ഞാൻ എത്തിയപ്പോൾ സിനിമയിൽ എത്തണമെന്ന് ആഗ്രഹിക്കുകയോ അല്ലെങ്കിൽ സംവിധായകനാവണമെന്ന് പ്ലാൻ ചെയ്യുകയോ ഒന്നും ചെയ്തിട്ടില്ല. വളരെ യാദൃശ്ചികമായിട്ടാണ് ഞാൻ സിനിമയിലെത്തിയത്. സിനിമയിലെത്തിയതിന് ശേഷം, ഞാൻ സംവിധായകനായതിനു ശേഷം ഞാൻ ഒരിക്കലും MTയുടെ ഒരു തിരക്കഥ സംവിധാനം ചെയ്യണമെന്ന് ആഗ്രഹിക്കുകയോ പ്രതീക്ഷിക്കുകയോ സ്വപ്നം കാണുകയോ ചെയ്തിട്ടില്ല. അപ്പോൾ സുരേഷ് കുമാർ എന്ന് പറയുന്ന പ്രൊഡ്യൂസർ, അദ്ദേഹം തിരുവനന്തപുരത്തുള്ള പ്രൊഡ്യൂസറാണ്, എല്ലാവർക്കും അറിയാൻ തോന്നും. അദ്ദേഹവുമായിട്ടൊരു സിനിമയുടെ ഒരു പ്രോജക്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഒരു കഥ അദ്ദേഹത്തിനോട് ചെന്ന് കണ്ട് പറഞ്ഞു, ഇങ്ങനെ ഒരു കഥയാണ് എൻ്റെ മനസ്സിലുള്ളത്. അപ്പോൾ സുരേഷ് സാറ് പറഞ്ഞു, MT സാറിന് ഇങ്ങനെ നീലത്താമര എന്ന് പറയുന്ന പഴയ സിനിമ വീണ്ടും സിനിമയാക്കണമെന്ന് ആഗ്രഹമുണ്ട്, നിനക്ക് താല്പര്യമുണ്ടോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് അദ്ദേഹത്തോട് സംസാരിച്ചിട്ട്. ഞാൻ പറഞ്ഞു എനിക്ക് താല്പര്യമുണ്ട്, ഞാൻ പറഞ്ഞ കഥ ഞാൻ മായ്ച്ചു കളഞ്ഞു വന്നു. അങ്ങനെ MT സാറിനെ കാണാൻ ആദ്യമായിട്ട് കോഴിക്കോട് വരുന്നത്. അതിനു മുമ്പ് ഞാൻ 2 തവണ കണ്ടിട്ടുണ്ട്. എൻ്റെ 2ാമത്തെ മകളെ എഴുത്തിനിരുത്താൻ ഇവിടെ കൊണ്ടുവന്ന് ഇവിടെ വെച്ചാണ് അവളെ എഴുത്തിനിരുത്തിയത്. MT സാറായിരുന്നു. അവളിപ്പോൾ കഴിഞ്ഞ ദിവസം MBBS പാസ്സായി ഹൗസ് ഏജൻസി കഴിഞ്ഞ് വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു തിരക്കഥ സിനിമയാക്കാൻ പറ്റുക എന്നുള്ളത്, ഒരു അവസരം ഉണ്ടാവുക എന്നുള്ളത് ഞാൻ ചിന്തിച്ചിട്ടേ ഇല്ല, ഞാൻ ആഗ്രഹിച്ചിട്ട് പോലുമില്ല. കാരണം അത് ആഗ്രഹിക്കുന്നതിന് അപ്പുറത്തുള്ളൊരു കാര്യമാണ്. അങ്ങനെ കോഴിക്കോട് വന്ന് അദ്ദേഹത്തിനെ കണ്ടു. അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ പേടിച്ചിട്ടാണ് പറഞ്ഞു, ഞാൻ ഈ ആദ്യത്തെ നീലത്താമര കണ്ടിട്ടില്ല, ഞാൻ ആ സിനിമ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ പതിവ് പോലെ മീശയിൽ ഇങ്ങനെ പിടിച്ചിട്ട് പറഞ്ഞു, അത് നന്നായി എന്നാണ്.
നിനക്ക് ഇനി അത് കാണണ്ട, നിനക്ക് നിൻ്റെ നീലത്താമര ഉണ്ടാക്കാൻ പറ്റും എന്ന് പറഞ്ഞിട്ട് അന്ന് ആദ്യ നീലത്താമരയുടെ പ്രിൻ്റഡ് സ്ക്രിപ്റ്റ് എനിക്ക് തന്നു. അപ്പോൾ ഞാനത് പറഞ്ഞാൽ ഇത് വായിച്ചു കഴിഞ്ഞിട്ട് വീണ്ടും നമുക്ക് കാണാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അപ്പം തന്നെ അത് വായിക്കാൻ തയ്യാറാണ്. അത്രയേ ഉള്ളൂ, ചെറിയ ബുക്കായിരുന്നു. അപ്പോൾ എന്നാൽ പോയി വായിച്ചിട്ട് പിന്നെ വന്നാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ തിരിച്ചു വന്ന് അത് വായിച്ച് അടുത്ത ദിവസം വീണ്ടും കോഴിക്കോട് വന്നു, അദ്ദേഹത്തെ കണ്ടു. അപ്പം എനിക്ക് സ്വാഭാവികമായിട്ടും കുറേ സംശയങ്ങളുണ്ടായിരുന്നു ചോദിക്കാൻ. ഇതിങ്ങനെ തന്നെയാണോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, അതോ ഇതിൽ കാലോചിതമായിട്ടുള്ള എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടാവുമോ എന്നൊക്കെ അറിയാൻ ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വീണ്ടും ചെന്ന് കണ്ടപ്പോൾ പറഞ്ഞു നമുക്കൊരു 10 ദിവസം എവിടെയെങ്കിലും മാറിയിരിക്കാം. അപ്പോൾ അത് എനിക്ക് എത്രയും സന്തോഷമായി എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ കോഴിക്കോട്ടേക്ക് വരാമെന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു വേണ്ട, നീ എവിടെയാണ് ഇപ്പോൾ താമസിക്കുന്നത് വെച്ചാൽ ഞാൻ എറണാകുളത്താണെന്ന് പറഞ്ഞപ്പോൾ എറണാകുളത്തേക്ക് വരാം, എറണാകുളത്ത് ഇരിക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ എറണാകുളത്ത് വന്നു. 10 ദിവസം MT എന്ന് പറയുന്ന ഒരു സംഭവത്തിന് നമ്മുടെ കയ്യിലേക്ക് കിട്ടുകയാണ്. അപ്പം ഞാൻ ആ സിനിമ ചെയ്തതൊന്നും എനിക്കൊരു വിഷയമേ അല്ല. അതൊന്നുമല്ല എൻ്റെ പ്രശ്നം. 10 ദിവസം ഇദ്ദേഹത്തിന് എൻ്റെ കയ്യിലേക്ക് കിട്ടുകയാണ്. അപ്പം എനിക്കിത് കൂടുതൽ എങ്ങനെയാണ് ഭയങ്കര റെസ്പെക്റ്റോട് കൂടി പറയേണ്ടതെന്നൊന്നും അറിയില്ല. എൻ്റെ MT ആണെന്ന് പറയാൻ, എൻ്റെ MT എന്ന് പറയാൻ എനിക്ക് 10 ദിവസം കിട്ടുകയാണ്. വൈകുന്നേരങ്ങളിൽ ഞാൻ ഈ കണ്ടിട്ടുള്ള പറഞ്ഞു കേട്ടിട്ടുള്ള ഒരു MT ആൾക്കാർ ഭയങ്കര ചുണ്ടിക്കാരനാണ്, സംസാരിക്കില്ല. ഞാൻ കണ്ട MT ഒരുപാട് സംസാരിക്കുന്ന, പൊട്ടിച്ചിരിക്കുന്ന, തമാശകൾ പറയുന്ന, നമ്മളെക്കൊണ്ട് നമ്മളുടെ സിനിമയിൽ വന്നതിന് ശേഷമുള്ള പുതിയ കാലഘട്ടത്തിലെ ചെറുപ്പക്കാരുടെ കുസൃതികളെക്കുറിച്ചൊക്കെ ചോദിക്കുകയും ഞാനെല്ലാം പറയും, എല്ലാ കഥകളും പറയും. അപ്പോൾ കുഞ്ഞുങ്ങളെപ്പോലെ നിഷ്കളങ്കമായിട്ടിരുന്ന് ചിരിക്കുന്ന MTനെ ആ 10 ദിവസം ഞാൻ കണ്ടിട്ടില്ല. എൻ്റെ ഏറ്റവും വലിയ സന്തോഷം അതാണ്. ഞാൻ പിന്നീട് ആ സിനിമയ്ക്ക് ശേഷം പലരും ചോദിക്കും നിന്നെ ഭയങ്കര ഇഷ്ടമാണല്ലോ, നീ എന്താ പിന്നെ ഒരു സ്ക്രിപ്റ്റൊന്നും ചോദിക്കാത്തതെന്നുണ്ട്. ഞാൻ പറഞ്ഞു ഞാനൊന്നും ചോദിക്കില്ല, ഞാനൊന്നും ചോദിക്കില്ല. ഞാൻ പോയി ശല്യം ചെയ്യുക പോലും ഇല്ല. ഞാൻ കോഴിക്കോട് വന്നാൽ പോലും അവിടെ ഉണ്ടോ എന്നുള്ളതൊക്കെ അന്വേഷിക്കും, സുഖമാണോ എന്ന് അന്വേഷിക്കും. ഞാൻ അങ്ങോട്ട് പോയി എന്നെ ആവശ്യമുണ്ടെങ്കിൽ എന്നെ വിളിക്കും, എന്നെ കാണണം എന്നുണ്ടെങ്കിൽ എന്നെ വിളിക്കും എന്ന് എനിക്കറിയാം. ഈ വിളി വന്നപ്പോൾ കുറേ കാലത്തിന് ശേഷം ഞാൻ ഇന്നാണ് കാണുന്നത്. അത് മതി എനിക്ക്. ആ ഒരു സ്നേഹം എൻ്റെ മകളുടെ കല്യാണത്തിന് ഇവിടുന്ന് തൃശ്ശൂരിലേക്ക് വരെ വന്ന് ആ കല്യാണത്തിന് പങ്കെടുത്തു. എൻ്റെ അച്ഛനും അമ്മയും അന്ന് ജീവിച്ചിരിപ്പുണ്ടായിരുന്നു. എൻ്റെ അപ്പനും അമ്മയും ടീച്ചേഴ്സാണ്. അവർ രണ്ടുപേരും MT സാറിൻ്റെ വലിയ ആരാധകരാണ്. അപ്പോൾ അവരാദ്യമായിട്ട് സാറിനെ കണ്ടു. എൻ്റെ അമ്മ 4 ദിവസം മുമ്പ് മരിച്ചു. അമ്മയ്ക്കൊക്കെ ഭയങ്കര ആരാധനയായിരുന്നു. അപ്പം അമ്മയ്ക്കൊക്കെ നേരിട്ട് കാണാൻ പറ്റി. MTയുടെ സിനിമകൾ എന്നെ പഠിപ്പിച്ചിട്ടുള്ള ഏറ്റവും വലിയ കാര്യമല്ലേ, അദ്ദേഹത്തിൻ്റെ തിരക്കഥകളൊക്കെ നമ്മൾ നിധിയെ പോലെ രാമായണവും മഹാഭാരതവും ബൈബിളും ഒക്കെ സൂക്ഷിക്കുന്നത് പോലെ ഞാൻ വീട്ടിൽ സൂക്ഷിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാം നമ്മൾ വായിച്ചിട്ടുണ്ട്. എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ളൊരു കാര്യം, ഞാൻ ജീവിതത്തിൽ പകർത്തണമെന്ന് ആഗ്രഹിച്ച് ഞാൻ പരാജയപ്പെട്ട് പോയിട്ടുള്ള കാര്യം വാക്കുകൾ മിസ്യൂസ് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. എന്ത് പറയണം എന്നുള്ളതല്ല, എന്തൊക്കെ പറയരുത് എന്നുള്ളതാണ് ഞാൻ അദ്ദേഹത്തിൽ നിന്ന് പഠിച്ചിട്ടുള്ള കാര്യം. എന്തൊക്കെ പറയരുത്, ഏറ്റവും മിനിമം വാക്കുകൾ എങ്ങനെ ഒരു കാര്യം പ്രസൻറ്റ് ചെയ്യാൻ പറ്റും, അത് സിനിമകളിൽ അത്ഭുതപ്പെടുത്തിയിട്ടുള്ള കാരണം. ഏറ്റവും മിനിമം വാക്കുകളിൽ ഒരു വലിയ വിഷയത്തിന് തന്നെ. പിന്നെ നമ്മൾ സാധാരണ ഒരു കാര്യം പറയുന്നതിന് തിരിച്ച് ആണ് പറയുക. പലപ്പോഴും വാക്കുകളുടെ ഓർഡർ ഡിഫറെൻ്റ് ആയിരിക്കും. ക്ലാസ്മേറ്റ്സ് എന്ന് പറഞ്ഞ സിനിമയിൽ പ്രധാനപ്പെട്ട ഒരു സീനിൽ വടക്കൻ വീരകഥയിലെ ഒരു ഡയലോഗ് ഞങ്ങൾ കോപ്പി അടിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു വേറെ വേർഷൻ ചെയ്തിട്ടുണ്ട്. അല്ലെ, അത് അത്രയും നമ്മളുടെ മനസ്സിൽ നമ്മളൊരു സംവിധായകനായിട്ട് എൻ്റെ തലമുറയിലുള്ള ആളുകൾ ആര് നിൽക്കുമ്പോഴും അല്ലെങ്കിൽ ഒരു തിരക്കഥാ ചർച്ചയിൽ ആര് പങ്കെടുക്കുമ്പോഴും സമാനമായിട്ടുള്ള രംഗങ്ങൾ വരുമ്പോൾ നമ്മൾ ആദ്യത്തെ റെഫറൻസ് MT സാറിൻ്റെ തിരക്കഥകൾ തന്നെയാണ്. ഞാനിപ്പോൾ ഹരൺ സാറിന് ഇന്നാണ് കുറച്ച് അടുത്തിരുന്ന് സംസാരിക്കാനുള്ള ഭാഗ്യം ഉണ്ടായത്. അദ്ദേഹം എൻ്റെ സൂപ്പർ സീനിയറാണ്.
കുറച്ച് പേടിയുണ്ട്. അപ്പോൾ ഇന്നാണ് ഇത്തിരി ഒന്ന് ഫ്രീ ആയിട്ട് സംസാരിക്കാനൊക്കെ പറ്റിയത്. അപ്പോൾ കുറേ കാലമായിട്ട് പറയണം എന്ന് ആഗ്രഹിക്കുന്ന എൻ്റെ എല്ലാ കാലത്തെയും ഫേവററ്റ് സിനിമ അമൃതം ഗമയാണ്. അമൃതം ഗമയ എന്ന് പറയുന്ന സിനിമയിലെ കോളേജ് സീക്വൻസ് ഞാൻ ക്ലാസ്മേറ്റ്സൊക്കെ ചെയ്യുന്നതിന് മുമ്പ് ആ ക്യാമ്പസിലെ ആ റാഗിങ് സെഷൻ മൊത്തം പല ആവർത്തി കണ്ടിട്ടുണ്ട്. അതിൽ വിനീത് ചെയ്യുന്ന ക്യാരക്ടറിൻ്റെ പൂണൂലെടുത്തിട്ട് ഞാൻ നിന്നെ ഇനോഗ്രേറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് കട്ട് ചെയ്യുന്ന സീനൊക്കെ അതിൽ ആ ഡയലോഗ്സൊക്കെ MT സാറാണ് എഴുതിയതെന്ന് തന്നെ വിശ്വസിക്കാൻ പറ്റില്ല. കാരണം അന്ന് ക്യാമ്പസിലുള്ള ഒരു പയ്യൻ പറയുന്ന ഭാഷയിലാണ്. ഇട്ടി വർഗീസ് എന്നൊരു ഡോക്ടർക്ക് പേരുണ്ടാവില്ല, അല്ലെങ്കിൽ അങ്ങനെ ഒരു ഡോക്ടർ ഉണ്ടാവാൻ പാടില്ല എന്നൊക്കെ പറയുന്ന ഡയലോഗ് അത്രയും രസകരമായിട്ടും അത്രയും ഇൻറ്റൻസിറ്റി ഉള്ള ഒരു സീൻ ക്യാമ്പസ് സിനിമകളിൽ ഒന്നിലും ഞാൻ കണ്ടിട്ടില്ല. ഒരു ചെറുപ്പക്കാരനെ റാഗ് ചെയ്യാൻ വേണ്ടിയിട്ട് അവൻ്റെ തോളത്ത് കയറി ഇരുന്ന് വരികയും ഇയാളെ ചുമന്നുകൊണ്ട് അവൻ ബ്ലഡ് വൊമിറ്റ് ചെയ്തിട്ട് മരിച്ചു വീഴുക എന്നൊക്കെ പറയുന്ന അത്രയും ഇൻറ്റൻസിറ്റി ഉള്ള സീൻ. അതൊക്കെ ശരിക്കും ഭയങ്കര റെഫറൻസാണ്. നമ്മളൊരു ചെറിയ പോർഷനാണ് ആ സിനിമയിൽ ആ ക്യാമ്പസ് വരുന്നത്. പക്ഷേ ഞാൻ ക്ലാസ്മേറ്റ്സൊക്കെ ചെയ്യുമ്പോൾ അതൊക്കെ എൻ്റെ ഭയങ്കരമായിട്ട് പ്രചോദിപ്പിച്ചിട്ടുള്ള സീനുകളാണ്. അതിലെ മേക്കപ്പിൻ്റെ കാര്യം പറയാണ്ടിരിക്കാൻ പറ്റില്ല. അതിൽ ലാസ്റ്റ് സീനിൽ ലാലേട്ടനെ കാണിക്കുമ്പോൾ മുടിയിലുള്ള ഒരു ചെറിയ ഗ്രേ ഇട്ടിട്ടുണ്ട്, ഒരു ചെറിയ നര ഇട്ടിട്ടുണ്ട്. ആ നരയും ആ കണ്ണടയും പുള്ളിക്ക് അയാൾ അതുവരെ ജീവിച്ച ജീവിതത്തിൽ അയാൾ അനുഭവിച്ചത് മുഴുവൻ ആ മേക്കപ്പിന് പോലുമുള്ള ഇമ്പോർട്ടൻസ് നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളതാണ്. അതാണ് ഗുരുക്കന്മാരെന്ന് പറയുന്നത്. അവരുടെ ചലച്ചിത്ര കാലത്ത് ജീവിച്ചിരുന്നു എന്നുള്ളത് തന്നെ വലിയ ഭാഗ്യം. അപ്പോൾ അവരോടൊത്ത് ജോലി ചെയ്യാൻ കഴിഞ്ഞു, അല്ലെങ്കിൽ അവരുടെ ഒരു സൃഷ്ടി സിനിമയാക്കാൻ കഴിഞ്ഞു എന്ന് പറയുന്നത്. ഞാൻ നീലത്താമര ഷൂട്ടിങ് കഴിഞ്ഞു. അപ്പം ആദ്യത്തെ 15 ദിവസങ്ങൾ MT സാറും ഉണ്ടായിരുന്നു സെറ്റിൽ. അത് കഴിഞ്ഞ് ഞാൻ പോയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് പോയി, പിന്നെ വന്നില്ല. പിന്നീടുള്ള ഷൂട്ടിംഗ് സമയത്തൊന്നും അദ്ദേഹം ഉണ്ടായിരുന്നില്ല. അപ്പം എനിക്ക് ശരിക്കും നല്ല പേടിയുണ്ടായിരുന്നു, ഇത് എങ്ങനെയാണ് കൊണ്ടുപോയി കാണിക്കേണ്ടത്. അങ്ങനെ ഞങ്ങൾ ഡബിൾ പോസിറ്റീവ് എന്ന് പറയും. ഡയലോഗും വിഷ്വലും മാത്രമുള്ള വേർഷൻ, മ്യൂസിക്കൊന്നുമില്ല, പാട്ടുകളുണ്ടാവും. പാട്ടുകൾ അതേ പ്ലേസ്മെൻറ്റിൽ വെച്ചിട്ട് ഞാൻ അത് കാണിക്കാൻ വേണ്ടിയിട്ട് സാറിനെ കാണിച്ചിട്ട് വേണം ഇനി റീ റെക്കോർഡിങ്ങിന് കയറ്റുകയാണ്. അപ്പോൾ എന്തെങ്കിലും മാറ്റങ്ങൾ അദ്ദേഹം പറയുന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് അത് കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കാലിക്കറ്റിൽ വന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ CDസുമായിട്ട് ഫസ്റ്റ് ഹാഫും സെക്കൻഡ് ഹാഫിൻ്റെയും CDസും കൊണ്ട് വരുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ സാറ് പറഞ്ഞു, ഇവിടെ അത് പ്ലെയറൊന്നുമില്ല, അതിൻ്റെ പ്ലെയറില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാനൊരു വീഡിയോ പ്ലെയറും CD പ്ലെയറും മേടിച്ച് കൊണ്ടുവന്ന് അദ്ദേഹത്തിനെ കാണിക്കാൻ വേണ്ടിയിട്ട് TV-യിലൊക്കെ കണക്ട് ചെയ്ത്. അപ്പോൾ ഈ SSLC പരീക്ഷ കഴിഞ്ഞിട്ട് റിസൾട്ടിന് വെയിറ്റ് ചെയ്യുന്ന പോലെ ഞാൻ ഇങ്ങനെ സൈഡിൽ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ സാറ് കാണാനിരിക്കുകയാണ്. അത് ഓൺ ചെയ്യണ സമയത്ത് കെട്ടുന്നൊരു ബീഡി എടുത്തിട്ട് ഇങ്ങനെ കയ്യിലെടുത്ത് മറ്റേ ലൈറ്ററൊക്കെ തപ്പി കയ്യിലെടുത്ത്, അപ്പോഴേക്കും സിനിമ തുടങ്ങി. അപ്പോൾ ഞാൻ ഈ ബീഡി കത്തിക്കുന്നത് എപ്പോഴാണെന്ന് ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. പക്ഷെ എല്ലാവർക്കും അറിയാം, ഒരു 5 മിനിറ്റിലൊരു ബീഡി വലിക്കുന്ന ആളാണ്. അപ്പോൾ ആ സിനിമ ഫസ്റ്റ് ഹാഫ് കഴിയുന്നത് വരെ ആ ബീഡി കത്തിച്ചില്ല. ഇൻട്രോവലായപ്പോൾ അടുത്ത CD-യാണ്. അപ്പോൾ ഒരു ബീഡി ഇങ്ങനെ കത്തിച്ചു. അപ്പോൾ ഞാനത് വലിച്ചു തീരാൻ വേണ്ടിയിട്ട് നിന്ന് എന്താണ് പറയാൻ പോകുന്നതെന്ന് അറിയില്ല. ഒന്നും പറഞ്ഞില്ല. ഇട്ടോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ രണ്ടാമത്തെ CD ഇട്ടു. ആ CD സിനിമ കണ്ടു കഴിഞ്ഞിട്ട് അടുത്ത ബീഡി എടുത്ത് അത് കത്തിച്ചിട്ട് ഇങ്ങനെ തല കുമ്പിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു എൻ്റെ കഥ കഴിഞ്ഞു, പുള്ളിക്ക് ഇഷ്ടമായിട്ടില്ല. അത് കഴിഞ്ഞിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, കുഞ്ഞുമാളുവിൻ്റെ സങ്കടം മാത്രമേ ഞാൻ അഡ്രസ്സ് ചെയ്തുള്ളൂ, നീ അവളുടെ രോഷം കൂടി അഡ്രസ്സ് ചെയ്തിട്ടുണ്ട്. സിനിമ സ്ക്രിപ്റ്റിൽ നിന്ന് എലിവേറ്റഡ് ആവണം, അത് സംഭവിച്ചിട്ടുണ്ടെന്നാണ്. ഇനി എനിക്ക് ഓസ്കാർ കിട്ടിയില്ലെങ്കിൽ ഒരു തേങ്ങയില്ലേ. എൻ്റെ ജീവിതത്തിൽ എനിക്ക് കിട്ടാവുന്ന ഏറ്റവും സന്തോഷമുണ്ടായ മൊമെൻ്റാണത്. പിന്നെ ആ സിനിമയെക്കുറിച്ച് ആൾക്കാർ എന്ത് പറഞ്ഞു എന്നൊന്നും ഞാൻ അന്വേഷിച്ചിട്ടേ ഇല്ല. ആ സിനിമയ്ക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ അംഗീകാരം എനിക്ക് കിട്ടി. അദ്ദേഹം വീണ്ടും ഇത്രയും വർഷങ്ങൾക്ക് ശേഷം ഇന്ന് ഈ പരിപാടിക്ക് എന്നെ വിളിച്ചപ്പോൾ വ്യക്തിപരമായിട്ടും എനിക്കൊരു സ്ഥാനം അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടെന്നുള്ളത് മനസ്സിലാവുമ്പോൾ ഉള്ള സന്തോഷമുണ്ട്. നന്ദി.